അൺസക്സസ് ആയിട്ടുള്ള ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു. ഗോകുലം ഗോപാലനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. ദിലീപ് നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാം നിങ്ങൾ കേട്ടതാണല്ലേ. മിക്സ്ഡ് അഭിപ്രായമായിരുന്നു. ചിലരൊക്കെ വളരെ മോശമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇവർ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുത്തു വെക്കും. ആ സിനിമ നമ്മളൊരു 100, 150 അല്ലെങ്കിൽ 200 രൂപ കൊടുത്തിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണും. സിനിമ കണ്ടിട്ട് ആ 200 രൂപ ഞാൻ കൊടുത്ത സിനിമ കാണുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പറയാനായിട്ടുള്ള അവകാശവും റൈറ്റും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടല്ലേ. ആ ഒരു ഉറപ്പിൽ മേൽ തന്നെയാണല്ലോ ഇവരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ എടുക്കുന്നത്. പല സിനിമകളിലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും മതത്തെയും കുറിച്ചിട്ടൊക്കെ ഹാസ്യരൂപേണ ഇവർ സിനിമകൾ ചെയ്യാറുണ്ട്. അതൊക്കെ ആ ഒരു രീതിയിലാണ് പ്രേക്ഷകർ കാണുന്നതും സ്വീകരിക്കുന്നതല്ല. കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് ദിലീപിന്റെ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ. കുറെ നാൾക്ക് ശേഷമാണ് ദിലീപിന്റെ ഒരു നല്ലൊരു കോമഡി ഫാമിലി ചിത്രം തിയേറ്ററിലെത്തിയത്. നിങ്ങൾ ഇപ്പോഴും എന്റെ റിവ്യൂ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത്. കാരണം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരുപാട് ചിരിച്ചു. ഞാൻ പഴയ ഒരു ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ ഉള്ള ആ ഒരു എൻ്റെ ഒരു ആ സിനിമ എക്സ്പീരിയൻസ് ഞാൻ അതിനകത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭയം ഭക്തി ബഹുമാനമാണെങ്കിലും വൃഷഭയാണെങ്കിലും ഈ സിനിമകൾ കണ്ടിട്ട് സാധാരണ ഒരു നോർമലി ചിന്തിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകൻ എങ്ങനെയാണ് ആ സിനിമയെ കുറിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയുക? കാരണം അതിനകത്തൊരു കണ്ടന്റ് വേണ്ട, എന്തെങ്കിലും ലോജിക് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞിട്ട് സിനിമ ഇറക്കിയെന്നാണ് ഇപ്പം ഇവരുടെ ഒരു വാദം. ലോജിക് ഇല്ലെങ്കിൽ പോലും ആ സിനിമ കണ്ടോണ്ടിരിക്കാനായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് വേണ്ടേ? കാരണം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പലരും പലരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പം റിവ്യൂ പറഞ്ഞത് കൊണ്ട് ഒരു സിനിമ മോശമായി പോകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് റിവ്യൂ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു സിനിമ മോശമാകത്തില്ല എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ വന്നിട്ട് പറയുന്നു ഈ റിവ്യൂസ് സിനിമയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. അപ്പം രണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഈ ആളുകളെല്ലാം. എന്തായാലും ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഹാല് സിനിമ ആണെങ്കിലും അതുപോലെ നിവിൻ പോളിയുടെ സർവമായ നല്ല സിനിമകളാണ്. അത് പ്രേക്ഷകർ കണ്ടു, അത് ഇരുകൈന്നിട്ട് സ്വീകരിച്ചു. ഇപ്പൊ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ, ആ സിനിമ കണ്ടിട്ട് ആകെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരേ ഒരു റിവ്യൂക്കാരൻ മാത്രമേ ആ സിനിമയ്ക്ക് നെഗറ്റീവ് കൊടുത്തുള്ളൂ. എന്റർടൈൻമെന്റ് കിഴി എന്ന് പറയുന്ന 2 വേട്ടാവളിയന്മാർ. അവർ ഇപ്പോഴും ഏറി തന്നെ. കാരണം നല്ല സിനിമകളെ കുറിച്ചിട്ട് ആരെങ്കിലും അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തിയേറ്ററിൽ എഫക്ട് ചെയ്യും. കാരണം കളങ്കാവൽ സിനിമ ഇവർ റിവ്യൂ പറഞ്ഞുകൊണ്ട് മോശമായോ? ഇല്ല, അത് തിയേറ്ററിൽ നന്നായിട്ട് എഫക്ട് ചെയ്തു. അത് കോടികൾ വാരി ചെറിയ പൈസയ്ക്ക് എടുത്തിട്ടുള്ള സിനിമയാണ്. അത് 95 കോടിയോളം രൂപ തിയേറ്റർ കളക്ഷൻ മാത്രം സിനിമ ഉണ്ട്. അപ്പം ഒരാൾ റിവ്യൂ പറഞ്ഞതുകൊണ്ട് ആ സിനിമ മോശമായിട്ടില്ലല്ലോ. അപ്പൊ ഇത്തരം മോശം സിനിമകൾ റിവ്യൂ പറയുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർ ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾ പറയുന്ന കണക്ക് ടിക്കറ്റ് എടുത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ തിയേറ്ററിൽ വരണ്ട എന്ന് പറയുന്നതൊക്കെ മുടന്തം ന്യായമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും എന്തിനേയും കുറിച്ചും മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും നമുക്ക് ദിലീപ് പറയുന്ന ഈ ഒരു ഡയലോഗ് നമുക്കൊന്ന് കേട്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ? തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ? എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശട്ടോ ആണ് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? അതുപോലെ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയ്ക്കും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരുമല്ല, പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം.
അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറഞ്ഞാൽ കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയും. ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ള, ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു, ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയോ, തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അത് എല്ലാ സിനിമകൾക്കും ഇപ്പം നമ്മൾ പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ. ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അതായത് ഒരു സിനിമ കണ്ടിട്ട് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും ഒരു സിനിമ കണ്ടിട്ട് തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് അത് തീരുമാനിച്ച ആ സിനിമ കാണണോ കാണണ്ടയോ തീരുമാനിക്കും. ഇവിടെ റിവ്യൂസ് ആരും ഒരു സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണല്ലേ, ഈ സിനിമ മഹാദുരന്തമായി, അതുകൊണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റാണ്, നിങ്ങൾ പൈസ കൊടുത്ത് കാണരുതെന്ന് എവിടെയെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടോ? പെയ്ഡ് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ കൊടുത്ത് പൈസ മേടിച്ച് റിവ്യൂ കൊടുത്തിട്ട് ആ റിവ്യൂ കണ്ടിട്ടുള്ള ചില ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് പച്ചത്തെറി വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഒരു നല്ല സിനിമയെ ആരും, അല്ലെങ്കിൽ സിനിമയായിട്ട് കാണുന്ന ആൾക്കാരും അതിന് മോശം അഭിപ്രായം പറയത്തില്ല. ഇപ്പൊ ദിലീപിന്റെ അഭിപ്രായമാണ് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്. അത് കേൾക്കേണ്ടവർ കേൾക്കും, കേൾക്കേണ്ടാത്തവർ കേൾക്കത്തില്ല. നല്ല സിനിമ ആണെങ്കിലും മോശം സിനിമ ആണെങ്കിലും കാണണം എന്ന് വിചാരിക്കുന്നവൻ അവൻ തിയേറ്ററിൽ കയറി ആ ഒരു പടം കാണും. അത് കൂടുതലും ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ സിനിമ കാണുന്നത്. എന്നാൽ ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത എത്രയോ സിനിമകൾ നമ്മുടെ കേരളത്തിൽ, ഇപ്പൊ വൃഷഭ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആദ്യ പ്രതികരണം ഫാൻസുകാരുടെ തന്നെയായിരുന്നു. കാരണം അതിനകത്തൊന്നുമില്ല. ലാലേട്ടനെ പോലെ ഇത്രയും വലിയൊരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന ഒരു നടന്, അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ട് ആ സിനിമയെ കൊണ്ട് കോമാളിത്തരം കാണിപ്പിച്ചതിന്റെ പിന്നിൽ ഈ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ ഫാൻസുകാർ പറയുന്നുണ്ട്, ഇവനെ പോലെ ഉള്ളവനൊക്കെ കൂടിയതാണ് നമ്മുടെ സിനിമ ഇങ്ങനെ ആയിപ്പോകുന്നത്. ലാലേട്ടൻ നല്ലൊരു ആക്ടർ അല്ലെന്ന് ഇവിടെ ആർക്കും അഭിപ്രായം ഉണ്ടോ? ഒരിക്കലും ഒരു അഭിപ്രായമില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഇപ്പം അവസാനം റീസെന്റ് വന്നിട്ടുള്ള തുടരും സിനിമ പോലുള്ള സിനിമ, അത്തരം സിനിമകളൊക്കെ ചെയ്യട്ടെ. ഇത് ഒരു അന്യഭാഷയിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്യാമിയോ റോളിൽ വന്നിട്ട് ബബ്ബ സിനിമയിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള പല സിനിമകളുടെയും റെഫറൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളതുപോലെ മാഡ്നസ്, നിങ്ങൾ ലോജിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ അവൻ സിനിമ കാണുമ്പോൾ അവന് അത് ഇഷ്ടപ്പെടണം. അത് തന്നെ ഇഷ്ടപ്പെട്ടാൽ അവന് നല്ലതെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ല മോശം എന്ന് പറയും. സിനിമകളെ നല്ലത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ റിവ്യൂസുകാരെയൊക്കെ പൊക്കിപ്പിടിക്കും. നിങ്ങൾ അതിന്റെ കട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ പേജിലേക്ക് നിങ്ങൾ ഇടും. നിങ്ങൾക്ക് PR വർക്കുള്ള ആൾക്കാരുടെയൊക്കെ പോസ്റ്റിനകത്തേക്ക് അത് പോസ്റ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കും. ആ സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റവും പറഞ്ഞിട്ട് വരും. എന്തായാലും സിനിമ കാണുന്നത് ആസ്വാദകരാണ്. ആ ആസ്വാദകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സിനിമ വിജയിക്കും. നല്ല സിനിമകളൊന്നും ഒരിക്കലും തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല. നല്ല സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം സിനിമകൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം.